ഉണർവും ഊർജവും നൽകി യോഗാ ദിനാചരണം എന്ന സന്ദേശമോദി ലോക യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന യോഗാ ദിനാചരണ ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഉണർവും ഊർജവും നൽകി യോഗാ ദിനാചരണം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അടിമാലി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ യോഗ പരിശീലനം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ KS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്വസ്തി യോഗ ആൻഡ് നാച്ചുറൽ ലൈഫ് സെന്റർ അടിമാലി പ്രതിനിധി ഡോക്ടർ രേഖ ബാബു പരിശീലനത്തിന് നേതൃത്വം നൽകി. സ്കൗട്ട് ആൻഡ് ഗൈഡ് കോർഡിനേറ്റർമാരായ അബീഷ് C, ബിന്ദുമോൾ KK, NSS പ്രോഗ്രാം ഓഫീസർ സൗമ്യ സിരാജൻ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ കാവ്യ V സത്യൻ എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച BJP ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മൂന്നാർ കാർത്തിക മഹാൾ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. യോഗാ ദിനാചരണ പരിപാടിയിൽ ഇടുക്കിയിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള അംഗീകാരം ലഭിച്ച ബിനീഷ് ആന്റണിയെ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്മന്റോ നൽകി ആദരിച്ചു. പരിപാടികൾക്ക് BJP ദേവികുളം മണ്ഡലം പ്രസിഡന്റ് PP മുരുകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി VR അളകരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ EK മോഹനൻ, B മനോജ്കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കലൈവാണി അയ്യപ്പൻ, സ്കന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. NRCT SNB ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണ ചടങ്ങിൽ സ്കൂൾ മാനേജർ ജെയിൻ KP അധ്യക്ഷത വഹിച്ചു. യോഗം രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ഷൈനു സുകേഷ് യോഗാദിന സന്ദേശം നൽകി. യോഗ ട്രെയിനർ പ്രിൻസ് മാത്യുവിനെ യോഗത്തിൽ ആദരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീനി KR, ശ്രീമോൾ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ 500ഓളം കുട്ടികളാണ് വിവിധ യോഗാസനങ്ങളിൽ പങ്കെടുത്തത്. NCC ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ സ്കേറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു യോഗാ ദിനം സംഘടിപ്പിച്ചത്. സ്റ്റാഫ് സെക്രട്ടറി രതീഷ് കുമാർ, അധ്യാപകരായ സുനിൽകുമാർ A, ജോസ്മി, രാജി ആനന്ദ്, ആതിര, രേഷ്മ, ഷീന, ജിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. യോഗാ ദിനത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും യോഗാ ദിനം ആചരിച്ചു. ലോക ഐക്യത്തിനും ഏകാരോഗ്യത്തിനും യോഗ മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷവും യോഗ ദിനചര്യയാക്കാമെന്ന മഹത്തായ സന്ദേശങ്ങളാണ് ഇത്തവണത്തെ യോഗാ ദിനത്തിൽ നൽകിയത്. വാർഡ് മെമ്പർ സന്ധ്യ ജയൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ യോഗ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനും മാത്രമല്ല മാനസികമായ ഗുണങ്ങളും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് യോഗ ചെയ്യുമ്പോൾ കുറേ നമുക്ക് കാര്യങ്ങളിൽ ആത്മസംയമനം പാലിക്കാൻ പറ്റുന്നത്, നല്ല ചിന്തകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ലോകം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് യോഗ ക്ലബ്ബുകൾ, യോഗ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരിക്കും നമ്മുടെ 4-ാം വാർഡിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് ഒരു 75-ാം വിഭാഗ വാർഷിക ദിനം ആഘോഷിക്കുന്ന ദമ്പതികൾ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ യോഗാദിന സന്ദേശം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ, ശോഭ, അനീഷ് ജോസഫ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിജു ജോസഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. യോഗ ട്രെയിനർ റോജി ദിവസവും യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും തുടർന്ന് യോഗ ക്ലാസ് എടുക്കുകയും ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, MLSP നഴ്സുമാർ, ഫാർമസിസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, ഓഫീസ് സ്റ്റാഫ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ദേവികുളം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി ചില്ലിത്തോടിന്റെ സഹകരണത്തോടെയാണ് അടിമാലി കോടതി സമുച്ചയത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. ദേവികുളം താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും ജില്ലാ ജഡ്ജിയുമായ ജോൺസൺ MI ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് അത്ര കാര്യമായിട്ട് പരിചയമുള്ള ഒരു മേഖലയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഈ
അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ജീവിത രീതിയായിട്ട് മാറ്റാനായിട്ട് നമ്മളാരും ശ്രമിച്ചിട്ടില്ല. സത്യത്തിൽ യോഗ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും യോഗാഭ്യാസത്തിലൂടെ നിയന്ത്രിക്കുന്നതിനുള്ള മുറകൾ ശീലിക്കുന്ന ഒരു പ്രോഗ്രാമാണ് യോഗ. അപ്പോൾ അത് നമ്മൾ നിരന്തരമായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ്. അടിമാലി മുൻസിഫ് മജിസ്ട്രേറ്റ് അയ്യപ്പലാൽ ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തെപ്പറ്റി മാർഗനിർദ്ദേശം നൽകി. തുടർന്ന് ഡോക്ടർ ഭീമ എം യോഗ ക്ലാസ് നയിക്കുകയും യോഗ പരിശീലനം നടത്തുകയും ചെയ്തു. ശ്വാസം എടുത്ത് ഫ്രണ്ടിലേക്ക്, ശ്വാസം വിട്ട് ബാക്ക്. അടിമാലി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പടയാട്ടിയൽ ദോ, അഡ്വക്കേറ്റ് മനോജ് തോപ്പിൽ, മജിസ്ട്രേറ്റ് കോടതി ജൂനിയർ സൂപ്രണ്ട് അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. അടിമാലി ബാർ അസോസിയേഷൻ അഭിഭാഷകർ, അഡ്വക്കേറ്റ് ക്ലർക്കുമാർ, കോടതി ജീവനക്കാർ തുടങ്ങിയവർ യോഗ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്.